നമസ്തേ. ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് പ്രദോഷം. ഈ പ്രദോഷ വ്രതം അനുഷ്ഠിക്കുക കുട്ടികൾ തൊട്ടിട്ട് ബാലവൃദ്ധ ജനങ്ങളെല്ലാം ഈ പ്രദോഷം അനുഷ്ഠിക്കാറുണ്ട്. തലേദിവസം വൈകുന്നേരം ഒരിക്കലോട് കൂടിയിട്ട് തുടങ്ങിയിട്ട് രാവിലെ കുളിച്ചിട്ട് ശുഭ്രമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈശ്വര സേവയോട് കൂടിയിട്ട് ഈശ്വരനെ കാണാനുള്ള കൗതുകത്തോടെയും ഉത്സാഹത്തോടും കൂടി ദേവനെ കാണുക. ദേവനെ കണ്ട് സന്തോഷത്തോടെ ആനന്ദാവസ്ഥയിലിരിക്കുന്ന ദേവനാണ് ശരിക്കും. ഈ ആനന്ദാവസ്ഥയിലിരിക്കുന്ന ദേവൻ അതേ അവസ്ഥയിൽ വേണം നമ്മളും തൊഴാൻ. ഇപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ആ സന്തോഷം നമ്മുടെ സന്തോഷം ഈശ്വരനെ കാണുന്ന സന്തോഷത്തോടുകൂടി ഭഗവാനെ കണ്ട് നൃത്തം ചെയ്യണ ശിവനാണ് ശരിക്കും. ആ നൃത്തം ചെയ്യണ ശിവനെ അതേ സന്തോഷത്തോടുകൂടി നമ്മൾ നാമം ജപിച്ച് മനസ്സുകൊണ്ട് ആ തരംഗങ്ങൾ ഉൾക്കൊണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് പോരണം. വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ ഭഗവാന്റെ ആ നാമങ്ങൾ പ്രദക്ഷിണ ക്ഷണാൽ പ്രതി ആ ദേവൻ്റെ ആ നാമങ്ങളെ പിന്തുടരുക. ഇപ്പം മാനസികമായിട്ടുള്ള പ്രദക്ഷിണമാണ് കൂടുതൽ ആവശ്യം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ആ ബിംബത്തെ ചുറ്റിയിട്ടുള്ള പ്രദക്ഷിണവും ചെയ്യണം. അപ്പം അതിന് മാനസികമായുള്ള ജപവും അതുപോലെ ബാഹ്യമായുള്ള പ്രദക്ഷിണവും കൂട്ടിച്ചേർത്തിട്ട് ആ ദേവൻ്റെ പ്രദക്ഷിണം വെച്ചിട്ട് ദേവൻ്റെ വിഗ്രഹം നോക്കിയിട്ട് വിശേഷണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. അപ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ദേവനോട് പോസിറ്റീവായിട്ട് പറയണം. ഇപ്പോൾ ഒരു രോഗം മാറുക എന്ന് വെച്ചാൽ രോഗം മാറുക എന്നല്ല, ആരോഗ്യം ഉണ്ടാവുകയുണ്ട്. ആരോഗ്യം ഉണ്ടാവാനായിട്ടും അതുപോലെ ജീവിതത്തിലുള്ള കഷ്ടപ്പാട് മാറുക എന്നല്ല പറയണത്, ജീവിതത്തിലൊരു വഴി തുറക്കണം അല്ലെ, വഴി പാടുന്നല്ലേ. ശ്രദ്ധയോട് കൂടിയിട്ട് ജീവിക്കുക, ആ ശ്രദ്ധയോട് കൂടി തന്നെ മുമ്പോട്ട് പോവുക. ആരോഗ്യത്തോടെ, ശ്രദ്ധയോടെ, ആത്മവിശ്വാസത്തോടെ, ഗുരുത്വത്തോടെയൊക്കെ നമുക്ക് വ്യക്തിക്ക് വേണ്ടുന്ന എല്ലാ കഴിവും ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പ്രദോഷം അല്ലെങ്കിൽ മറ്റുള്ള മഹാവ്രതങ്ങളൊക്കെ എടുത്തിട്ട് ദേവനെ തൊഴാനും മഹാക്ഷേത്രങ്ങളിൽ പോയി തൊഴാനും ഒക്കെ ആയിട്ടുള്ള ആ സാഹചര്യം ഒരുക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതും.